നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നലെ പ്രമോ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ പ്രകാശിനെ വിക്രത്തെ ഇല്ലാതാക്കിയ കഥകളൊക്കെ കല്യാണിയോടും കാർത്തിയോടും ഒക്കെ പറയണം. പ്രകാശൻ വിക്രത്തിനോട് പറഞ്ഞു, എടാ മോനെ, നീ ഒരു കാരണവശാലും ഇങ്ങനെ പ്രതികാര ചിന്തയായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. അറിയാലോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ പെൺമക്കളെ സ്നേഹിക്കുന്നുണ്ട്. അവർ പാവാടാ, അവർ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എടോ താൻ എന്തായി പറയണേ, മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിടാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, നിനക്കറിയാലോ കുഞ്ഞുനാളിൽ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന്. നിനക്ക് ഞാൻ ചിക്കനും മീനും ഒക്കെ വാങ്ങിത്തന്ന് നിന്നെ നല്ല രീതിയിൽ തന്നെ നിന്നെ വളർത്തിക്കൊണ്ടു വന്നേ. പക്ഷേ എൻ്റെ പെൺമക്കൾക്ക് ഞാൻ ഒരിക്കലും അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ നിരാകരിക്കുകയോ ചെയ്തേ. പക്ഷെ അങ്ങനെയുള്ള നീ ഇങ്ങനെയായി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ലട മോനെന്ന് പറഞ്ഞു. ദേ നിങ്ങൾ കൂടുതൽ പഴംപുരാണോ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. മര്യാദയ്ക്കിനെ അടിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് വിക്രം. ആ സമയത്ത് പ്രകാശം പറഞ്ഞു, നിനക്കിത് പറയാം, നീയെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ച. നിനക്കറിയാലോ നിനക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. സോണി എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു. എന്നിട്ടോ നീ അവളെ എന്തൊക്കെയാ ചെയ്തേ? ഒടുവിൽ അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയി. അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നു. നല്ലൊരു ജീവിതം കിട്ടിയിട്ടും ആ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്നെ വളർത്തി വഷളാക്കിയ ആള് ഞാനാണ്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ പെൺമക്കളെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അവർ പാവങ്ങളാടാ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, താൻ കൂടുതലൊന്നും പറയണ്ട. എടാ ആണാണെങ്കിൽ ചോണയുണ്ടെങ്കിൽ എന്നെ അഴിച്ചു വിട്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കൈയൊക്കെ ബന്ധിച്ചിരിക്കുമല്ലേ. പ്രകാശം പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു. നീ വെള്ളം കുടിക്കാൻ പറഞ്ഞ് കുറച്ച് വെള്ളം ആ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ കോഴിയുടെ കഴുത്തറുത്ത് കൊല്ലാൻ പോവുകയാണെങ്കിലും ആ കോഴിനെ കൊല്ലുന്നതിന് മുമ്പ് അതിന് കുറച്ച് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, താനിത് എന്ത് കാണിക്കാൻ പോകുന്നെന്ന് ചോദിച്ചു. ഒരു തോർത്ത് കിടപ്പുണ്ടായിരുന്നു, അതിങ്ങെടുത്ത് പ്രകാശന്. എന്നിട്ട് പറഞ്ഞു, എന്ത് കാണിക്കാൻ പോവാന്നോ? അതിപ്പോൾ ഞാൻ കാണിച്ചു തരാടാ. ഇനിയിപ്പോൾ കോടതിയും കേസും വിധിയും ഒന്നുമില്ല. കോടതിയൊക്കെ ഞാനാ, വിധി നടപ്പിലാക്കുന്നത് ഞാനാ എന്നും പറഞ്ഞിട്ട് വിക്രത്തിന്റെ കഴുത്തിലേക്ക് ആ തോർത്തിട്ടിട്ട് അങ്ങോട്ട് മുറുക്കുവാണ്. നിന്റെ പലവട്ടം ഞാൻ പറഞ്ഞു എൻ്റെ പെൺമക്കളെ വെറുതെ വിടണം, എന്നെ വെറുതെ വിടണം എന്നൊക്കെ. പക്ഷെ നീ കേട്ടില്ല. ഇനി നീ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ പെൺമക്കൾക്കും എല്ലാവർക്കും ആപത്താടാം. അതുകൊണ്ട് ഞാൻ തന്നെ കൂടി ശിക്ഷ വിധിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് തോർത്ത് മുറുക്കി അവനെ ഇല്ലാതാക്കുവാണ്. ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കാദംബരിയൊക്കെ പൊട്ടിക്കരയാണ്. എൻ്റെ മോളെ, ഞാൻ അവനോട് മാക്സിമം പറഞ്ഞ അവന് നന്നാവാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നന്നാവില്ലെന്ന് ശബ്ദം എടുത്ത് നടക്കുന്ന ഒരാളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ എല്ലാം ജീവനാവത്ത. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെടുവോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ അതൊന്നും ഓർത്തിട്ട് ഒരു ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അച്ഛ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നോ? അച്ഛൻ ഇനി ജയിലിൽ പോയി കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കരയുന്നത്. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത്. അത് കണ്ടപ്പോൾ കല്യാണം ചോദിച്ചു, എന്താ അച്ഛാ പോലീസൊക്കെ? നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. CA മാർട്ടിനും കൂട്ടരും അങ്ങോട്ട് എത്തി. അപ്പോഴേക്കും പ്രകാശം സാറേ അകത്തുണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെന്ന് കാളി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ തൂങ്ങി നടന്ന കാഴ്ച കേട്ടെ. അപ്പോഴേക്കും പ്രകാശനൊക്കെ അകത്തേക്ക് എറിയുന്നു. പ്രകാശം വന്നിട്ട്, സാറേ അവനെ ഞാൻ കൊന്നു കെട്ടി തൂക്കിയതാന്ന് പറഞ്ഞു. എൻ്റെ പെൺമക്കളെ കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ കൊന്നു കെട്ടി തൂക്കി. എന്നിട്ട് ആടെ സാർമാരെയും വിളിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ CA മാർട്ടിൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എല്ലാവരും കൂടെ വന്ന് ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. പ്രകാശൻ ചോദിച്ചു, അതിന് സാറേ ഞാൻ മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ പെൺമക്കൾ തെറ്റ് ചെയ്തിട്ടില്ല. അവരെ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാ, അവനെ കാണിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും പേരൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇവരെ കൂടെ എനിക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം പ്രകാശന് ഭയങ്കര വിഷമായി. CA പറഞ്ഞു, എടോ പ്രകാശ, എനിക്ക് മനസ്സിലാകും തൻ്റെ ചേതോ വികാരം എന്താന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പെൺമക്കൾ എത്രമാത്രം സങ്കടപ്പെടുന്നെന്ന് താൻ കണ്ടില്ലേ? അവരുടെ കാഴ്ച കണ്ടോന്ന് ചോദിച്ചു. ഈ പറയുന്ന പലരും ജയിലിൽ നിറങ്ങി കഴിയുമ്പോഴത്തേനും വേറുള്ളവരെ കൊല്ലണമെന്ന് കരുതിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ശക്തരായിട്ടുള്ള ആൾക്കാർ പുറത്തുടന്നുള്ള കാര്യം അവർ ചിന്തിക്കില്ല. അതുപോലെ ഒന്നാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എനിക്കറിയാം കുറെ കഥകളൊക്കെ തൻ്റെ ബാക്കി കുടുംബത്തെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെ കുറിച്ചും എനിക്കിപ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, സാറേ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നം കൊടുക്കുന്ന കാര്യം കൊണ്ട് ഉദയക്രിയ ചെയ്യേണ്ട ഒരവസ്ഥ, അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. സാറിനത് മനസ്സിലാവില്ലായിരിക്കും. ഇത് കേട്ടപ്പോൾ CA പറഞ്ഞു, എടോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, താൻ ഇവരെ വിളിച്ചു വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു.
അപ്പോഴേക്കും കാദംബരി പറഞ്ഞു ഞങ്ങളെ ഇങ്ങോട്ട് വെള്ളം വരാം സാറേ, എവിടെ വെള്ളം വരാന്നൊക്കെ പറയണം. പ്രകാശം പറഞ്ഞു സാറേ ഇവരെ വെറുതെ വരണം, ഇവര് നിരപരാധികളാന്ന് പറഞ്ഞു. എടോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം, താൻ വന്ന് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് കിരൺ ഓഫീസിലിരിക്കുന്ന സമയത്താണ് CA മാർട്ടിൻ വിളിക്കുന്നത്. CA മാർട്ടിൻ വിളിച്ച് കിരണിനോട് പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം? കിരണിന്റെ ഒരു ശത്രുവും കൂടെ ഇല്ലാതായിരിക്കും എന്ന് പറഞ്ഞു. ശത്രു? അതെ, കിരണിന്റെ ഒരു ശത്രുവിനെ, കിരണിന്റെ അമ്മായിച്ചനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു. ആര്? എന്റെ കല്യാണിയുടെ അച്ഛനോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആരെയാണെന്നറിയാവോ? ആ വിക്രത്തിനെയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കിരൺ ഞെട്ടിപ്പോയി. അതെ, വിക്രത്തിനെ അയാളെ കഴുത്തിരിച്ചു കൊന്ന് കെട്ടി തൂക്കിയെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഭാര്യയും പിന്നെ ഭാര്യയുടെ ചേച്ചിമാരും ഇതേ പോലീസ് സ്റ്റേഷനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പത്തിനും കിരൺ സാറേ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. കിരൺ പിന്നീട് പെട്ടെന്ന് തന്നെ നവീനെ വിളിക്കണം. നവീനെ വിളിച്ചിട്ട് നവീനോട് പറഞ്ഞു എടാ നവീനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയണം. അപ്പോഴാണ് സരയു ക്യാബിനിലേക്ക് വരുന്നത്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തിനും സരയുവിനോട് കിരൺ പറഞ്ഞു സരയു ഒരു വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്താ? അത് പിന്നെ ആ വിക്രം ഉണ്ടല്ലോ, വിക്രത്തിനെ അച്ഛൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. ഇല്ലാതാക്കിയെന്നോ? അതെ, കല്യാണിന്റെ അച്ഛൻ വിക്രത്തിനെ തീർത്ത് കളഞ്ഞു, കൊന്നു കേട്ട് തൂക്കിയെന്ന് പറഞ്ഞു. സരയുവിനായിരുന്നു ഏറ്റവും വലിയ ഷോക്ക്. സരയുടെ ഞെട്ടലോടുകൂടി നോക്കിയിട്ട് അതിനുശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം അവൻ വരാതിരുന്ന വിക്രം അവളെ ഇല്ലാതാക്കാനായിട്ട് കല്യാണിയെ ഇല്ലാതാക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഒരു പക്ഷെ ഇതായിരിക്കും കാരണം. സരുവിന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് കിരണിന്റെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലോ. പെട്ടെന്ന് സരയു പറഞ്ഞു ഓ നല്ല കാര്യം, അവൻ തീർന്നു കിട്ടിയല്ലോ, അങ്ങനെ ഒരു ശത്രുവും കൂടെ ഇല്ലാതായില്ലോ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു എന്നാലും അച്ഛൻ ഇതിന്റെ പേരിൽ പോയി സ്റ്റേഷനിൽ കിടക്കാൻ, ഇപ്പൊ സ്റ്റേഷനിലാണ്, ഇനിയിപ്പോൾ അച്ഛൻ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് മനോഹർ ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ അച്ഛനാണ്ടേ അവനെ ഇല്ലാതാക്കി, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെടേണ്ട ആൾക്കാരാണ്, അവരൊക്കെ പുറത്തിറങ്ങേണ്ടവരാ. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലേ. അതെ, ഞാനിന്ന് സ്റ്റേഷനിൽ വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങണം. സരുവിന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. സരു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം വിക്രം പോയി തീർത്തിട്ട് വരുമെന്ന് കരുതി എന്നിട്ട് ഇപ്പൊ അത് സംഭവിച്ചില്ല. പകരം വിക്രത്തിന്റെ ജീവിതമാണ് തീർന്നിരിക്കുന്നത്. ആകെയുള്ള പ്രതീക്ഷ അവനായിരുന്നു. അവൻ തീർക്കുന്ന ഒരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കിരണ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേനും നവീൻ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, അയാൾ അങ്ങോട്ട് വന്നു. ആ സമയത്ത് കിരണിനോട് പറഞ്ഞു അതെ നവീൻ വക്കീലിന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും, ഒരു സുപ്രധാന കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല, എന്നെ അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കിരൺ സാറേ, ഈ പറയുന്ന പ്രകാശനുണ്ടല്ലോ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ SIയോട് പറഞ്ഞ പോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിടത്തുള്ളൂ. കിരൺ പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കാരണം അച്ഛനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ, അച്ഛനെങ്ങനെയും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. നോക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട അദ്ദേഹത്തോടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ ആ CA ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് പ്രകാശിന്റെ അടുത്ത് കല്യാണിയും കാദംബരിയും അവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രകാശ് സെല്ലിനകത്ത, അവർ പുറത്തിങ്ങനെ സെല്ലവിടെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛാ ഒന്നും വേണ്ടിയിരുന്നില്ല, എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്തേ? പ്രകാശം പറഞ്ഞു എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥതയും സമാധാനത്തോടെ ജീവിക്കണ്ടേ? അവൻ കാരണം, ആ ദുഷ്ടം കാരണം ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരാപത്തും വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൃത്യം ചെയ്തതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം, ഒരാപത്തും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവിടുത്തെ ഒരു വാർഡൻ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളെ അവിടേക്ക് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ മറന്നു പറഞ്ഞു. കല്യാണിയും കാദംബരിയൊക്കെ അങ്ങനെ അവർ നേരെ അവിടേക്ക് പോവാണ്. കാരണം ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും പ്രകാശനെ പുറത്തെത്തിക്കാനായിട്ടാണ് കിരൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശനെ പുറത്തിറക്കണം, പ്രകാശന തുഷ്ടനെയാണല്ലോ തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.